ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? അപ്പോൾ എല്ലാവരുടെ സുഖത്തിനും അതുപോലെ തന്നെ സന്തോഷത്തിനും സമാധാനത്തിനും ഒക്കെ പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നേരെ എൻ്റെ വീഡിയോയിലേക്ക് പോവുകയാണ്. നിങ്ങൾ ഓരോരുത്തരുടെയും വിലയേറിയ കമൻസിനും അതുപോലെ തന്നെ സപ്പോർട്ടിനും ഒരുപാട് താങ്ക്സ് പറയുകയാണ്. ഓരോ കമൻറ്റും വായിക്കുമ്പോൾ മനസ്സ് നല്ല രീതിയിൽ സന്തോഷിക്കുന്നു. അപ്പോൾ ആ സന്തോഷത്തിന് കാരണം നിങ്ങൾ ഓരോ വ്യക്തികളുമാണെന്ന് ഞാനിവിടെ ഓർമ്മിപ്പിക്കുകയാണ്. ഒപ്പം ഞാൻ ഓർത്തെടുക്കുകയും കൂടിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരോടും സ്നേഹം മാത്രം, പ്രാർത്ഥന എന്ന് നിങ്ങൾക്ക് സെപ്പറേറ്റായി തന്നെ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ ഓരോ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയും ഞാൻ പ്രാർത്ഥിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്, ഞാൻ ഇന്നലെ ഒരു ന്യൂസ് കണ്ടു. ഈ ടോപ്പിക്കിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യണമെന്ന് വിചാരിച്ച് തന്നെയാണ് ഇരുന്നത്. പക്ഷേ അപ്പോഴാണ് ഒരു ന്യൂസിൽ കണ്ടത്, ഒരച്ഛൻ സ്വന്തം മകളെ തന്നെ അമ്മ മരണപ്പെട്ടതിന് ശേഷം ഉപദ്രവിക്കുന്നു. ഒരു 9ാം ക്ലാസ്സുകാരി ന്യൂസിൽ കണ്ടതാണ്, നിങ്ങളെല്ലാവരും കണ്ടു കാണും. അപ്പോൾ ഇത്തരത്തിലുള്ള അനുഭവം ഒന്നോ രണ്ടോ അല്ല, പല സ്ഥലങ്ങളിൽ പലയിടങ്ങളിൽ നമ്മുടെ പെൺകുട്ടികൾ ഇതുപോലെ അമ്മയുടെ മരണശേഷമോ അല്ലെങ്കിൽ അമ്മ വീട്ടിലില്ലാത്ത അവസരങ്ങളിലോ അമ്മ ജോലിക്ക് പോകുന്ന സമയങ്ങളിലോ ഒക്കെ സ്വന്തം അച്ഛൻ തന്നെ, ജന്മം കൊടുത്ത അച്ഛൻ തന്നെ മക്കളെ ഇതുപോലെ ശാരീരികമായി ഉപദ്രവിക്കാറുണ്ട് എന്ന് ഞാൻ 1-2 ന്യൂസല്ല പലതും കണ്ടു. അപ്പോൾ ഇത് ഏറ്റവും റിലേറ്റബിളായിട്ടുള്ള ഒരു വിഷയം തന്നെയാണ്. കാരണം നമ്മൾ വിചാരിക്കും, അയ്യോ നമ്മുടെ അച്ഛനല്ലേ, അത് കുഴപ്പമില്ല എന്ന്. പക്ഷേ നല്ല മക്കളെ ജീവന് തുല്യം സ്നേഹിക്കുന്ന, സ്വന്തം പ്രാണനെ പോലെ കരുതി ജീവിക്കുന്ന ഒരുപാട് അച്ഛന്മാർ നമ്മുടെ നാട്ടിലുണ്ട്. നമ്മളൊക്കെ അങ്ങനെയുള്ള അച്ഛന്മാരുടെ മക്കൾ കൂടിയാണ്. പക്ഷേ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നമുക്കങ്ങനെ വിശ്വസിക്കാൻ നിർവാഹമില്ല. അപ്പോൾ ഓരോ വീട്ടമ്മമാരോടും, അതായത് ജോലിക്ക് പോകുന്ന വീട്ടമ്മമാരുണ്ട്, വീട്ടിൽ തന്നെ ഉള്ള വീട്ടമ്മമാരുണ്ട്. അപ്പം നമുക്ക് പെൺകുട്ടികളുണ്ടെങ്കിൽ അതിനി ഇപ്പോൾ ജനിച്ച് വീണ കുഞ്ഞായാലും ശരി, അതിനു വേണ്ടി നമ്മളൊരു പ്രത്യേക കരുതലെടുക്കണം. നമ്മൾ ആരെയും കണ്ണു അടച്ച് വിശ്വസിക്കരുത്. നമ്മൾ ഓരോ ആൾക്കാരും വന്ന് നമ്മുടെ കുഞ്ഞിനെ എടുക്കുമ്പോഴും ഉമ്മ വയ്ക്കുമ്പോഴും അതുപോലെ നമ്മൾ മറ്റൊരാളിൻ്റെ കയ്യിൽ നമ്മുടെ കുഞ്ഞിനെ കൊടുക്കുമ്പോഴും ഒക്കെ പ്രത്യേക കരുതലും ശ്രദ്ധയും വേണം. നമ്മുടെ കുഞ്ഞിൻ്റെ പുറത്തൊരു ഓവർ സ്വാതന്ത്ര്യം നമ്മൾ ആർക്കും അനുവദിച്ചു കൊടുക്കരുത് എന്നുള്ളത് പ്രത്യേകമായ കാര്യമാണ്. അത് ശ്രദ്ധിക്കേണ്ടത് ഓരോ അമ്മമാരുടെയും ഒരു എക്സ്ട്രാ റെസ്പോൺസിബിലിറ്റി ആണെന്ന് ഞാൻ പറയും. കാരണം അമ്മമാർക്കെന്ന് പറയുമ്പോൾ ഒരു 100 ജോലി ഉണ്ടാവും. വീട്ടിലെ ജോലി, പിന്നെ പുറത്ത് പോയി വർക്ക് ചെയ്യുന്ന ജോലി. ഇതിനിടയിൽ ചിലപ്പോൾ ചില കാര്യങ്ങളൊക്കെ നമുക്ക് ശ്രദ്ധിക്കാൻ സമയം കണ്ടുവെന്ന് വരില്ല. പക്ഷെ നമ്മുടെ പെൺകുട്ടികളോട് നമ്മൾ കൃത്യനിഷ്ഠയായി, അവർക്ക് അറിവായ പ്രായമാണെങ്കിൽ അവരെ പറഞ്ഞ് മനസ്സിലാക്കിക്കുക. ഇപ്പോൾ തീരെ ചെറിയ കുഞ്ഞാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവരെ മനസ്സിലാക്കിക്കാൻ പറ്റില്ല. നമ്മളവരെ കെയർ ചെയ്യുക എന്നുള്ള ഒരു ലക്ഷ്യം മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അത് ഏറ്റവും വലിയ ഉത്തരവാദിത്വമായി തന്നെ നമ്മൾ എടുക്കേണ്ടതുമാണ്. അപ്പോൾ ഞാനിതിനു മുമ്പ് ഇതുമായി ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ളത്, ഇപ്പോൾ നമ്മളെ കുഞ്ഞിനെ ഒരുക്കാനും കാര്യങ്ങൾ, ഇപ്പോൾ അമ്മയ്ക്ക് ജോലിയാണെന്നുണ്ടെങ്കിൽ ചില അച്ഛന്മാരൊക്കെ മക്കളെ റെഡിയാക്കി ചെറുതിലേക്ക് ഡ്രസ്സ്, എൻ്റെ ഹസ്ബൻഡിൻ്റെ മോളെയൊക്കെ ഒരുക്കാറുണ്ടായിരുന്നു. ഓക്കെ, പക്ഷേ നമ്മൾ ആരൊരുക്കിയാലും ശരി, ആരെന്ത് ചെയ്താലും ശരി, നമ്മൾ ഒരു കെയർ, നമ്മുടെ ഒരു കണ്ണ് അവിടെ ഉണ്ടാവണം, ഒരു ശ്രദ്ധ. ആ ശ്രദ്ധ നമ്മുടെ മക്കൾക്ക് വളരെ അനിവാര്യമാണ് ചെറിയ പ്രായത്തിൽ. അത് കഴിയുമ്പോൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കണം. നിങ്ങളെ ആരെങ്കിലും മോശമായി തൊടുകയോ മോശമായി എന്തെങ്കിലും രീതിയിലുള്ള ഫിസിക്കൽ ടച്ച് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അത് അവെയർ ആയിരിക്കണം എന്നുള്ളത് അവരെ പറഞ്ഞ് മനസ്സിലാക്കിക്കണം. ഇപ്പോഴാണ് എനിക്ക് മറ്റൊരു സംഭവം ഓർമ്മ വന്നത്. ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരു സ്കൂളിലെ ഒരു സാറ് എപ്പം നോക്കിയാലും ഏത് കുട്ടികളെ കണ്ടാലും, അതിന് 5th സ്റ്റാൻഡേർഡ് ആയിക്കോട്ടെ, 6th സ്റ്റാൻഡേർഡ് ആയിക്കോട്ടെ, 7th സ്റ്റാൻഡേർഡ് ആയിക്കോട്ടെ, സ്വന്തം മക്കളെ പോലെ ഇങ്ങനെ ചേർത്ത് പിടിച്ച് ഹഗ് ചെയ്ത് അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ എല്ലാ കുട്ടികളും അതുപോലെ ഉൾക്കൊള്ളണമെന്നില്ല, മനസ്സിലായില്ലേ? ഒരുപക്ഷെ അയാളുടെ ടച്ച് തന്നെ ഒരു തെറ്റായ രീതിയിലുള്ള ടച്ചായിരിക്കാം. പക്ഷേ അതിൽ ഒരു കുട്ടി ചെന്ന് വീട്ടിൽ പറയുകയും അത് പിന്നീട് ആ സാറിൻ്റെ ജീവിതത്തിലൊരു ഒരു വളരെ ബാഡ് സിറ്റുവേഷനിലേക്ക് അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടു പോകുന്നതുമായി എനിക്ക് നേരിട്ടറിയാവുന്ന ഒരു സംഭവമുണ്ട്. അപ്പോൾ ഞാൻ പറയുന്ന ഇത്രയേ ഉള്ളൂ. എന്തിനാണ് നമ്മൾ ആവശ്യമില്ലാതെ ടച്ച് ചെയ്യാൻ പോകുന്നതല്ലേ? നമുക്കതിൻ്റെ ആവശ്യമില്ല. നമുക്ക് സ്നേഹം ടച്ച് ചെയ്തേ പ്രകടിപ്പിക്കാൻ പറ്റൂ, അങ്ങനെയൊന്നുമില്ല. ഇപ്പോൾ സ്വന്തം അച്ഛനാണെങ്കിൽ നമുക്ക് ചെറിയ കുഞ്ഞുങ്ങളെ എടുക്കുന്നു, താലോലിക്കുന്നു,
ഓമനിക്കുന്നു, ഉമ്മ വയ്ക്കുന്നു, ഓക്കെ. അതിനൊക്കെ നമ്മൾ നോക്കുക. ഒരു പരിധിയുണ്ട്. പരിധിക്കപ്പുറം ഏത് അച്ഛൻ ചെയ്താലും, ഏത് സഹോദരൻ ചെയ്താലും, ഏത് സാറ് ചെയ്താലും നമ്മളതിനെ കെയർഫുള്ളായി കണ്ട് അതിന് വേണ്ട നടപടികൾ ഉടനെ തന്നെ എടുക്കേണ്ടതാണ്. നമ്മുടെ പെൺകുട്ടികളെന്ന് പറയുന്നത് നമ്മുടെ പ്രതിരൂപമാണ്, അല്ലേ? ഇപ്പോൾ എൻ്റെ മോളെന്ന് പറയുന്നത് എൻ്റെ അടുത്ത തലമുറയാണ്. അപ്പോൾ അവൾക്ക് ചെറിയ കാലത്തിലെ ഒരു ട്രോമ ഉണ്ടാകുന്നോ ഇല്ലയോ എന്നുള്ളത് ജീവിച്ചിരിക്കുമ്പോൾ നോക്കേണ്ട കടമ എനിക്കുള്ളതാണ്. അതായത് എൻ്റെ മകൾ ചെറുപ്പകാലത്തിൽ അനുഭവിക്കേണ്ട ഒരു കാര്യമല്ല എന്ത് ഈ ഇത്തരത്തിലുള്ള ട്രോമ എന്ന് ഓരോ വീട്ടമ്മയും ഓരോ അമ്മയും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമ്മുടെ തലമുറയെ അടുത്ത് കൊണ്ടുപോകുന്നത് നമ്മുടെ പെൺമക്കളിലൂടെയാണ്, നമ്മുടെ ആൺമക്കളിലൂടെയുമാണ്. അപ്പോൾ ആൺകുട്ടിക്കും ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഇപ്പോൾ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ കെയർ ചെയ്യുക. ആൺകുട്ടികളെ ആരും വെറുതെ ഒന്നും വിടുന്നില്ല. അങ്ങനത്തെ ഒരു സമൂഹത്തിലാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. അപ്പോൾ അയ്യോ, ചിലർ വിചാരിക്കും അയ്യോ എൻ്റെ സ്വന്തം അച്ഛനാണ് ചെയ്തത്, എൻ്റെ സ്വന്തം ഭർത്താവാണ് ചെയ്തത്, അപ്പോൾ ഇതിനി പുറത്ത് പറഞ്ഞാൽ നമുക്ക് നാണക്കേടല്ലേ, അല്ലെങ്കിൽ നമ്മളിത് ആരോട് പോയി പറയും എന്ന് ചിന്തിക്കുന്ന അമ്മമാർ ധാരാളമുണ്ട്. അത് ഈ ഭയം എന്നൊക്കെ പറയുന്നത് നമുക്ക് ഒരു എന്താ പറയുന്നത്, നമ്മുടെ വീടിനെ കൂടുതൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പുറത്ത് പറയാതെയും അതിനെതിരെ ആക്ഷൻ എടുക്കാതെയും ഇരിക്കുന്നത് ഈ കുടുംബത്തിൻ്റെ മൊത്തം തകർച്ചയ്ക്കും അതൊരു കാരണമാകും. അതുകൊണ്ട് നമ്മൾ ഭയത്തിനെ അതിജീവിച്ച് നമ്മുടെ മക്കൾക്ക് സംഭവിക്കുന്ന ചെറിയ ചെറിയ ഫിസിക്കൽ അബ്യൂസും നമ്മൾ ശ്രദ്ധയോടെ കാണണം. കാരണം ഈ കുഞ്ഞുങ്ങൾ നാളെ വളർന്ന് അവർക്കൊരു കുടുംബമാകുമ്പോഴും ഈ ട്രോമ അവരുടെ മനസ്സിൽ തന്നെ നിൽക്കും. നമ്മളെ മക്കളെ പ്രസവിച്ച് വളർത്തുന്നത് മറ്റൊരാൾക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയല്ല. അതാദ്യം തിരിച്ചറിയുക. ഓരോ മക്കളും എന്ന് പറയുന്നത് ഓരോ വീടിൻ്റെ അഭിമാനമാണ്, ഒരു വീടിൻ്റെ സ്വത്താണ്. അതുപോലെ തന്നെ നമ്മുടെ അടുത്ത തലമുറ കൂടിയാണ്. അപ്പോൾ അത് കാത്തു രക്ഷിക്കേണ്ട ചുമതല നമുക്കുണ്ട്. ഓരോ പെൺകുട്ടികളും ഇപ്പോൾ തന്നെ ഒരു 27 വയസ്സ് 26 വയസ്സൊക്കെ ആകുമ്പോഴാണ് ഓരോ കുട്ടികൾ ജോലിയൊക്കെ കിട്ടി ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റൊക്കെ ആയിട്ടാണ് വിവാഹം കഴിക്കുന്നത്. അങ്ങനെയുള്ളവരാണ് പിന്നീട് ചെറിയ കുഞ്ഞുങ്ങളുടെ അമ്മയാകുന്നത്. അവരുടെയും ശ്രദ്ധയ്ക്ക് വേണ്ടിയാണ് ഞാൻ ഈ പറയുന്നത്. നമ്മുടെ കുഞ്ഞുങ്ങളെ നല്ലതുപോലെ സ്നേഹിക്കുക എന്നുള്ളത് ഒരു വശം. ഓഫ്കോഴ്സ് എല്ലാ അമ്മമാരും സ്നേഹിക്കും. പക്ഷെ കെയർ എന്ന് പറയുന്നത് മറ്റൊരു ഘടകമാണ്. അത് വളരെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യുക. ഇപ്പം നമ്മൾ പറയും നമ്മുടെ സഹോദരൻ നല്ലതാണ്, നമ്മുടെ ഹസ്ബൻഡ് നല്ലതാണ്, ഓക്കെ, അവർ നല്ലതാവട്ടെ, നല്ലതായിരിക്കട്ടെ എല്ലാവർക്കും. പക്ഷേ നമ്മുടെ കുഞ്ഞുങ്ങളെ അവർ തെറ്റായി യൂസ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത്, പെൺകുട്ടികളെ അങ്ങനെ എന്തെങ്കിലും രീതിയിലുള്ള ദ്രോഹം ഇവരാരെങ്കിലും ചെയ്യുന്നുണ്ടോ? നമ്മുടെ വീട്ടിൽ സ്ഥിരം വന്നു പോകാറുള്ള അമ്മാവന്മാർ, അതുപോലെ ചിറ്റപ്പന്മാർ, പിന്നെ ആങ്ങളമാർ ഒക്കെ, പിന്നെ വകയിലുള്ള ഒരു അമ്മാവൻ അല്ലെങ്കിൽ വകയിലുള്ള ഒരു വല്യച്ഛൻ, അങ്ങനെ കുറേ ബന്ധുമിത്രാദികൾ നമ്മുടെ വീട്ടിൽ വന്നു പോവും. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ശ്രദ്ധിക്കുക. ഞാൻ അടച്ചാക്ഷേപിക്കുകയല്ല. നല്ല രീതിയിലുള്ള അച്ഛനും നല്ല രീതിയിലുള്ള വല്യച്ഛനും മാമന്മാരും പിന്നെ സ്വന്തക്കാരും ബന്ധക്കാരും ഒക്കെ ഉള്ള ഒരു കാലഘട്ടത്തിൽ ജീവിച്ച് വളർന്നു വന്നവരാണ് നമ്മൾ. ആ കാലഘട്ടം ഇന്ന് മാറിയിരിക്കുകയാണ്. ഇന്ന് നമ്മൾ ശ്രദ്ധിച്ചേ മതിയാവൂ എന്നുള്ളൊരു സിറ്റുവേഷനാണ്. ഇനിയിപ്പോൾ ബേബി സിറ്റിങ്ങിൽ വെച്ചിട്ട് ജോലിക്ക് പോകുന്ന അമ്മമാരാണെങ്കിൽ തിരിച്ചു വരുമ്പോൾ കുഞ്ഞിനെ നന്നായിട്ട് ഒന്ന് വാച്ച് ചെയ്യുക. കുളിപ്പിക്കുമ്പോഴൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. എവിടെയെങ്കിലും പാടുകളോ എന്തെങ്കിലും മിസ്റ്റേക്കുകളോ നമ്മുടെ കുഞ്ഞിൻ്റെ ശരീരത്തിൽ എവിടെയെങ്കിലും ഉണ്ടോ എന്ന്. സംസാരിക്കാൻ അറിയുന്ന കുഞ്ഞാണെങ്കിൽ കുറച്ചൊക്കെ പറയും. എന്നാൽ അവർക്ക് പറയാൻ ഒരു പരിധി ഉണ്ടാവും. 3 വയസ്സോ 2 വയസ്സോ ഒക്കെ ഉള്ള കുഞ്ഞുങ്ങൾ. ഓക്കെ, അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. സ്കൂളിൽ നിന്ന് വരുമ്പോഴും അവരെടുത്ത് പ്രത്യേകം തിരക്കാനായി മറന്നു പോകരുത്. അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ സ്കൂളിലുണ്ടായോ, ആരുടെയെങ്കിലും ഭാഗത്തു നിന്നുണ്ടായോ, കുട്ടികളുടെ ഭാഗത്തു നിന്നുണ്ടായോ, അല്ലെങ്കിൽ അധ്യാപകരുടെ ഭാഗത്തു നിന്നുണ്ടായോ. ഇന്ന് ഈ കാറ്റഗറിയിൽ വരാത്തതായി ആരുമില്ല. ആർക്കാണ് വട്ടളകിയിരിക്കുന്നതെന്നുള്ളത് നമുക്കറിയില്ല. പക്ഷെ നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മുടെ സ്വത്താണ്. അത് ശ്രദ്ധിക്കേണ്ട കടമ നമ്മൾ ഓരോരുത്തരുടേതുമാണ്. നല്ല രീതിയിൽ മക്കളെ നോക്കുന്ന അച്ഛന്മാരോടും മാമന്മാരോടും അതുപോലെ വല്യച്ഛന്മാരോടും പിന്നെ ബന്ധുമിത്രാദികളോടും എല്ലാം എനിക്കെന്നും നന്ദിയും അതുപോലെ തന്നെ ബഹുമാനമേ ഉള്ളൂ. പക്ഷേ അങ്ങനെ അല്ലാത്ത കുറച്ച് ആൾക്കാർക്കെതിരെയാണ് ഞാൻ ഈ പറയുന്നത്. അവർക്കെതിരെയുമല്ല, നമ്മുടെ കുഞ്ഞുങ്ങളെ അവരിൽ നിന്ന് സപ്പോർട്ട് ചെയ്യുക, അവരിൽ നിന്ന് സംരക്ഷിക്കുക എന്നുള്ള ഒരു ബാധ്യത നമ്മുടേതാണ്. ബാധ്യത മാത്രമല്ല, അതൊരു വലിയ ഒരു റെസ്പോൺസിബിലിറ്റിയാണ്. ഒരു കുഞ്ഞു മനസ്സിൽ ഒരു ട്രോമ കടന്നുകൂടിയാൽ അത് പോകാനായിട്ട് വർഷങ്ങളെടുക്കും. അത് അവരുടെ ജീവിതത്തിലുടനീളം അവരെ ബാധിക്കും.
നമ്മുടെ കുഞ്ഞുമക്കളെന്ന് പറയുന്നതാണ് നമ്മുടെ ഭാവി. അപ്പോൾ അവരെ നല്ല രീതിയിൽ വളർത്തിക്കൊണ്ടുവരാനായി നമുക്കൊരു സ്പെഷ്യൽ കരുതൽ ഇത്തരത്തിലുള്ള കാര്യത്തിൽ എടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണിത്. പക്ഷേ ഇങ്ങനെയുള്ള വാർത്തകൾ കാണുമ്പോൾ നമ്മൾ വെറുതെ ഞെട്ടിപ്പോയി എന്ന് പറഞ്ഞിരുന്നിട്ട് കാര്യമില്ല. നമ്മുടെ വീട്ടിലെ കുട്ടികളെയും നമ്മൾ ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് ഈ കുട്ടികളെ നമ്മൾ എവിടേക്ക് വിടുമ്പോഴും ഒരു കണ്ണ് നമ്മുടേതുണ്ടായിരിക്കണം. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു ടോപ്പിക്കിൻ്റെ കൂടെ ഞാൻ വേറൊന്നും പറയാൻ ആഗ്രഹിക്കാത്തത്. ഇതൊരു ടോപ്പിക്കായി മാത്രം തന്നെ നിൽക്കണം എന്നുള്ളത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒരു സാറിൻ്റെ കാര്യം. ആ സാറ് കുട്ടികളെ ഇങ്ങനെ തോളി കൈയിട്ട് ഇങ്ങനെ ഓരോ ഹഗ് ചെയ്തിട്ട് കുട്ടികളെ വിഷ് ചെയ്യാറുണ്ട്. ഗുഡ് മോർണിംഗ് എന്നും ഗുഡ് ആഫ്റ്റർനൂൺ എന്നും ഗുഡ് ഈവനിങ് എന്നും ഒക്കെ. അപ്പോൾ തന്നെ നമ്മളിലുള്ള പല ടീച്ചേഴ്സും അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. എന്തിനാണ് അങ്ങനെ ചെയ്യേണ്ട ഒരു ആവശ്യം? ഓക്കെ, നല്ല സാറന്മാരുണ്ട്. പണ്ടത്തെ കാലത്ത് സാറ് നമ്മൾ നമസ്തേ പറയുമ്പോൾ പറയാറുണ്ട്, അല്ലാതെ ഓടി വന്ന് നമ്മളെ കെട്ടിപ്പിടിക്കാറൊന്നുമില്ല. അതൊക്കെ ഇപ്പോഴത്തെ ഒരു പുതിയ ഒരു ട്രെൻഡിൻ്റെ ഭാഗമായി ചെയ്യുന്നതാണ്. പക്ഷേ വീട്ടിൽ ചെന്ന് ആ കുട്ടി പറഞ്ഞ് കുട്ടിയെ കുളിപ്പിച്ചപ്പോൾ 5th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന ഒരു കുഞ്ഞായിരുന്നു. അപ്പോൾ അതിനെ വീട്ടിൽ ചെന്ന് കുളിപ്പിച്ചപ്പോൾ അവർ ഒരു വിരൽപ്പാട് നല്ല രീതിയിൽ അവിടെ ഇയാളിങ്ങനെയാണല്ലോ ഹഗ് ചെയ്ത് ഇങ്ങനെ ചേർത്ത് ഇങ്ങനെ പിടിക്കുമ്പോൾ നമ്മുടെ ഈ ഭാഗത്ത് ഇങ്ങനെ നല്ല ഒരു പാടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ അത് കണ്ടിട്ടാണ് അവരതിനെതിരെ മൂവ് ചെയ്തത്. അപ്പോൾ അങ്ങനെ ഒരു ഹഗ്ഗിങ് അതൊരു ലവിങ് ഹഗ്ഗിങ് ആണെന്നോ അല്ലെങ്കിൽ ഒരു റെസ്പെക്റ്റ്ഫുൾ ഹഗ്ഗിങ് ആണെന്നോ നമുക്ക് തോന്നുന്നില്ലല്ലോ. നമ്മുടെ കുഞ്ഞുങ്ങളെ അങ്ങനെ നമ്മൾ പഠിക്കാനല്ലേ വിടുന്നത്? അതോ നമ്മളവിടെ പോയി സാറ് എങ്ങനെയെങ്കിലും ഹഗ് ചെയ്യട്ടെ എന്ന് വിചാരിച്ചാണോ നമ്മുടെ കുട്ടികളെ വിടുന്നത്? അത് തെറ്റായ ഒരു മൂവ്മെൻറ്റ് തന്നെയാണ് എന്നേ ഞാൻ പറയുള്ളൂ. ഇങ്ങനെയുള്ള ആൾക്കാരെ കണ്ടുപിടിച്ച് ശിക്ഷിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. നമുക്ക് നമ്മളെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ലെങ്കിൽ നമ്മൾ ഒരു ജോലിക്ക് യോഗ്യരല്ല. അതൊരു അധ്യാപകനായാലും ശരി, ഒരു അച്ഛൻ്റെ ഡ്യൂട്ടി ചെയ്യുന്ന ആളായാലും ശരി. സ്വന്തം മകളെ കാണുമ്പോൾ നിയന്ത്രിക്കാൻ കഴിയാത്ത ഒരു അച്ഛനുണ്ടെങ്കിൽ ആ അച്ഛനെ നമ്മളെന്തിനാണ് വെച്ചുകൊണ്ടിരിക്കുന്നത്? അതിൻ്റെ ആവശ്യമില്ല എന്ന് ഞാൻ പറയും. അതിനുള്ള ധൈര്യം ഓരോ വീട്ടമ്മയും എടുക്കണം. ഓരോ വീട്ടമ്മയും അതിന് സന്നദ്ധയാവണം. നമ്മളെ മക്കളെ തെറ്റായ കണ്ണോടെയാണ് നമ്മുടെ ഹസ്ബൻഡ് അല്ലെങ്കിൽ നോക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ മകൻ നോക്കുന്നത് എന്നുണ്ടെങ്കിൽ ഇത് പറയാൻ തന്നെ കുറച്ച് ജാള്യതയുള്ള കാര്യമാണ്. പക്ഷേ ഇന്ന് സമൂഹത്തിൽ നടക്കുന്ന കാര്യമാണ്. അപ്പം നമ്മളത് ശ്രദ്ധിക്കുക. അത് പിന്നെ അയ്യോ എൻ്റെ മകനാണ്, എൻ്റെ ഹസ്ബൻഡാണ്, എൻ്റെ മോളെ എന്തെങ്കിലും ചെയ്യട്ടെ എന്ന് പറഞ്ഞ് കുറേ പേര് കണ്ണടയ്ക്കുന്നവരൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, നാണക്കേട് കൊണ്ട്. അപ്പോൾ ആ മകൾ സഹിക്കാൻ വേണ്ടിയാണോ ഈ ഭൂമിയിലേക്ക് വന്നത്? അല്ലല്ലോ. ഹസ്ബൻഡാണോ മകളാണോ വലുതെന്നുള്ള ചോദ്യം വരുമ്പോൾ ഞാൻ പറയും എനിക്ക് എൻ്റെ മകളാണ് വലുത്. എൻ്റെ മകളുടെ സുരക്ഷിതത്വമാണ് എനിക്ക് വലുത്. കാരണം ഞാനും ഒരു സ്ത്രീയാണ്. എന്നെ റെസ്പെക്റ്റ് ചെയ്യാത്ത, എൻ്റെ മകളെ റെസ്പെക്റ്റ് ചെയ്യാത്ത ഒരാളിനെയും എനിക്കെൻ്റെ ജീവിതത്തിൽ ആവശ്യമില്ല. എന്ത് ജോലിയും ചെയ്ത് അഭിമാനത്തോടെ ജീവിക്കാനുള്ള തൻ്റെ ഇടമുള്ളവളായിരിക്കണം ഒരു വീട്ടമ്മ. അഭിമാനത്തോടെ ജീവിക്കാൻ കരുത്തുള്ള ഒരു സ്ത്രീ ആയിരിക്കണം ഒരു വീട്ടമ്മ. അല്ലാതെ ഏതെങ്കിലും ആളുകൾ നമ്മളെ എങ്ങനെയെങ്കിലും ട്രീറ്റ് ചെയ്യട്ടെ, ആർക്ക് എന്ത് വേണമെങ്കിലും നമ്മൾ പറയട്ടെ, എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ എന്നുള്ള മനോഭാവത്തോടു കൂടി കണ്ടു നിൽക്കുന്ന വെറും ഒരു കോമരമായി മാത്രം മാറാനുള്ളതല്ല വീട്ടമ്മയുടെ ജീവിതം എന്നുള്ളത് ഞാനിവിടെ ഊന്നി പറയുകയാണ്. നിങ്ങളെല്ലാവരും അത്രയും ഉള്ള ഒരു കരുത്ത് ആർജിച്ചവരായിരിക്കണം. നമ്മുടെ പെൺമക്കളെ തെറ്റായ കണ്ണോടുകൂടിയോ അല്ലെങ്കിൽ തെറ്റായ രീതിയിലോ നോക്കുകയോ സ്പർശിക്കുകയോ ചെയ്യുന്ന ഏതൊരു വ്യക്തിയെയും നമ്മുടെ ജീവിതത്തിൽ നിന്ന് എന്നേക്കുമായി മാറ്റി നിർത്തുക. അവിടെ മാപ്പ് എന്നൊരു ചോദ്യം, ഒരു ഉത്തരം ഇല്ല. മാപ്പ് കൊടുക്കേണ്ട ചില കാര്യങ്ങളുണ്ട്, അതിന് മാത്രം നമ്മൾ മാപ്പ് അർഹിക്കുന്നുള്ളൂ. ഇത്തരത്തിലുള്ള ജന്മം കൊടുത്ത അച്ഛൻ തന്നെ മക്കളെ ഉപദ്രവിക്കുന്നതും കൂടെ പിറന്ന സഹോദരൻ തന്നെ സഹോദരിയെ ഉപദ്രവിക്കുന്നതും ഒക്കെ ആയിട്ടുള്ള ആൾക്കാർക്ക് നമ്മൾ അവരെ മാപ്പിനർഹരല്ല. ഓക്കെ, അപ്പോൾ ഓരോ വീട്ടമ്മ ഇത് ശ്രദ്ധിക്കും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. വീണ്ടും കാണാം കേട്ടോ ഫ്രണ്ട്സ്. ലവ് യു ഓൾ. താങ്ക് യു സോ മച്ച്.